T20 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ മലയാളി താരം സഞ്ജു സാംസണിനെ ഉൾപ്പെടുത്തരുതെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് മുൻ ക്യാപ്റ്റനും സെലക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ കെ ശ്രീകാന്ത്. ടൂർണമെന്റിൽ ഇന്ത്യയുടെ ടീം കോമ്പിനേഷനെ കുറിച്ച് സ്വന്തം യൂട്യൂബ് ചാനലിൽ വിശകലനം നടത്തുകയായിരുന്നു അദ്ദേഹം. മകനും മുൻ ക്രിക്കറ്ററുമായ അനിരുദ്ധ ശ്രീകാന്തിനോടൊപ്പം സംസാരിക്കവെയാണ് സഞ്ജുവിനെയല്ല മറിച്ച് ഋഷഭ് പന്തിനെയാണ് പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചത്. നായകൻ രോഹിത് ശർമ്മക്കൊപ്പം വിരാട് കോഹ്ലി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സഞ്ജുവിനെ 3 നമ്പറിൽ ഇന്ത്യക്ക് കളിപ്പിക്കാൻ സാധിക്കുമെന്ന് അനിരുദ്ധ ചൂണ്ടിക്കാണിച്ചപ്പോൾ വളരെ പുച്ഛത്തോടെയാണ് ശ്രീകാന്ത് ഇതിനോട് പ്രതികരിച്ചത്. സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നതിനോട് അദ്ദേഹം ഒട്ടും യോജിപ്പ് പ്രകടിപ്പിച്ചില്ല. മാത്രമല്ല ഋഷഭിനെ വാനോളം പ്രശംസിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ സഞ്ജുവിനെയും ഋഷഭിനെയും ഒരുമിച്ച് പ്ലേയിങ് 11-ൽ കാണാൻ സാധിക്കുമോ എന്ന ചോദ്യത്തോടും ആശ്ചര്യത്തോടെയാണ് ശ്രീകാന്ത് പ്രതികരിച്ചത്. സഞ്ജുവിനേക്കാൾ നല്ലത് ശിവൻ ദുബയെ കളിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ ദുബയെ പിന്നെ എന്തിനാണ് ഇന്ത്യൻ ടീമിലെടുത്തത്? വലിയ സിക്സറുകൾ അടിക്കാൻ സാധിക്കുന്നയാളാണ് അവൻ. 12 ബോളിൽ 25, 10 ബോളിൽ 30 എന്നിങ്ങനെ അതിവേഗത്തിൽ റൺസ് സ്കോർ ചെയ്യാൻ ദുബൈക്ക് കഴിയുമെന്നും ശ്രീകാന്ത് വിലയിരുത്തി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വളരെ സാധാരണ റെക്കോർഡാണ് സഞ്ജു സാംസണിന്റേത്. അക്കാര്യം വളരെ ക്ലിയർ ആണ്. സമ്മർദ്ദ ഘട്ടങ്ങളിൽ അവന് നന്നായി ബാറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നും ശ്രീകാന്ത് തുറന്നടിച്ചു. എന്നാൽ അന്താരാഷ്ട്ര T20-ൽ ഋഷഭിന്റെ റെക്കോർഡും അത്ര മികച്ചതല്ലെന്ന് അനിരുദ്ധ ചൂണ്ടിക്കാണിച്ചിട്ടും ഇരുവരെയും താരതമ്യം ചെയ്യുന്നത് ശരിയല്ലെന്നായിരുന്നു ശ്രീകാന്തിന്റെ പ്രതികരണം. ഋഷഭിനെയും സഞ്ജുവിനെയും താരതമ്യം ചെയ്യാനേ കഴിയില്ല. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മുതൽക്കൂട്ടായി മാറുന്നയാളാണ് ഋഷഭ്. സഞ്ജു എവിടെ കിടക്കുന്നു, ഋഷഭ് എവിടെ കിടക്കുന്നുവെന്നും ശ്രീകാന്ത് ആഞ്ഞടിച്ചു. അനിരുദ്ധ തുടർന്ന് സഞ്ജുവിന് വേണ്ടി വാദിച്ചെങ്കിലും അദ്ദേഹം ഇതൊന്നും അംഗീകരിച്ചില്ല. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സഞ്ജു ഒരു ഗംഭീര സെഞ്ചുറി കുറിച്ചിരുന്നു. മാത്രമല്ല അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് തുടർച്ചയായി അവസരങ്ങളും ലഭിക്കാറില്ല. 10 വർഷത്തിനിടെ 15-16 T20കൾ മാത്രമേ സഞ്ജു ഇന്ത്യക്കായി കളിച്ചിട്ടുള്ളൂവെന്നും ശ്രീകാന്തിന്റെ മകൻ ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇന്ത്യൻ ടീമിനൊപ്പം സഞ്ജുവിന് തുടർച്ചയായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അവസരം ലഭിച്ചില്ലെന്ന് കരുതി വേൾഡ് കപ്പിലാണ് പരീക്ഷിച്ചു നോക്കേണ്ടതെന്നായിരുന്നു ശ്രീകാന്തിന്റെ മറുചോദ്യം. ശിവൻ ദുബെയാണ് വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ കളിപ്പിക്കേണ്ടത്. എതിർ ടീമിൽ ഭീതി പരത്താൻ സാധിക്കുന്നയാളാണ് ദുബെ. ആദ്യ ബോൾ മുതൽ തന്നെ അവന് ആഞ്ഞടിക്കാനും സാധിക്കും. ഈ കാരണത്താൽ തന്നെയാണ് അവനെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ എടുത്തതെന്നും ശ്രീകാന്ത് വിശദമാക്കി. വേൾഡ് കപ്പിൽ യശസ്വി ജയ്സ്വാളിനെ ഓപ്പണറായി ഇന്ത്യ കളിപ്പിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. രോഹിത് ശർമ്മക്കൊപ്പം വിരാട് കോഹ്ലിയാണ് ഓപ്പണിംഗിൽ ഇറങ്ങേണ്ടത്. 3-ാം നമ്പറിൽ സൂര്യകുമാർ യാദവ്, 4-മനായി ഋഷഭ് പന്തും 5-ാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യയും ബാറ്റ് ചെയ്യണമെന്നും ശ്രീകാന്ത് നിർദ്ദേശിക്കുന്നു. ഇനി ഇന്ത്യക്ക് മുന്നിലുള്ളത് അയർലൻഡിനെതിരെയുള്ള ആദ്യ T20 വേൾഡ് കപ്പ് മാച്ചാണ്. സന്നാഹ മത്സരത്തിൽ സഞ്ജു സാംസണിനും അതുപോലെ ശ്രീകാന്ത് പറഞ്ഞ ശിവൻ ദുബയ്ക്കും തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഋഷഭ് പന്ത് മികച്ചൊരു അർദ്ധശതകം നേടുകയും ചെയ്തു. അയർലൻഡിനെതിരെയുള്ള 11-ൽ ആരെല്ലാം ഉണ്ടാകുമെന്നും ആർക്കൊക്കെ മികച്ച പ്രകടനം നടത്താൻ സാധിക്കുമെന്നും കണ്ടറിയേണ്ടതാണ്. തന്റെ ടാലന്റ് കാണിക്കാൻ അവസരം T20 വേൾഡ് കപ്പിൽ സഞ്ജുവിന് ലഭിക്കട്ടെ എന്നും അത് മുതലാക്കാൻ താരത്തിന് സാധിക്കട്ടെ എന്നും ആശംസിക്കാം.